ആൻസിസ് ആദ്യമായി പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം എങ്ങനെ ആൻസിസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആൻസിസിൻ്റെ 19.1 വേർഷനാണ്. നിങ്ങൾക്ക് ഏത് വേർഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാത്തിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ആദ്യമായി നമ്മളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ആൻസിസിൻ്റെ വർക്ക് ബെഞ്ച് 19.1 ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഈ പേഴ്സൺ ഇപ്പോൾ കാണുന്നതാണ് പ്രോജക്റ്റ് സ്കീമാറ്റിക് എന്ന് പറയുന്നത്. എൻ്റെ ഇടത് സൈഡിൽ നിങ്ങൾക്ക് ടൂൾ ബോക്സ് കാണാം. ആ ടൂൾ ബോക്സിനകത്ത് ആൻസിസിൻ്റെ പല മോഡ്യൂൾസ് ഉണ്ട്. ഇതിൽ സ്റ്റാറ്റിക് സ്ട്രക്ചറൽ എന്ന് പറയുന്ന മോഡ്യൂളാണ് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ സ്റ്റാറ്റിക് സ്ട്രക്ചറൽ മോഡ്യൂളിൻ്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് സ്ട്രക്ചറലിൻ്റെ മോഡ്യൂളിൽ മൗസിൻ്റെ ഇടത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് ഡ്രാഗ് ചെയ്ത് പ്രോജക്റ്റ് സ്കീമാറ്റിക് വിൻഡോയിലേക്ക് നമ്മളുടെ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളുടെ ആൻസിസിൻ്റെ പ്രോജക്റ്റ് സ്കീമാറ്റിക് വിൻഡോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ടാസ്ക് ബാർ കാണാം. അതിൽ യൂണിറ്റ്സ് സെലക്ട് ചെയ്തിട്ട് SI യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആൻസിസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ആൻസിസിൽ തരുന്ന ഉത്തരം ശരിയാണോ അല്ലയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസ് പ്രോബ്ലത്തിൻ്റെ ഏറ്റവും സിമ്പിൾ ഒരു പ്രോബ്ലമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രോബ്ലം ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റീൽ സോളിഡ് ബാർ കാൻഡിലിവർ ബീമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റീൽ സോളിഡ് ബാറിൻ്റെ ഡയമീറ്റർ 20 mm ആണ്. അതിൻ്റെ വലത് വശത്തായിട്ട് 1000 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റീൽ സോളിഡ് ബാറിൻ്റെ ലെങ്ത് 100 mm ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫിക്സഡ് എൻഡിലെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ്. അതുകൂടാതെ തന്നെ ഈ സ്റ്റീൽ ബാറിൽ ഈ ലോഡ് കാരണം 1000 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം വോൾട്ട് മീറ്റർ സ്ട്രെസ്സും മാക്സിമം വോൾട്ട് മീറ്റർ സ്ട്രെയിനും മാക്സിമം ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ സ്റ്റീൽ സോളിഡ് ബാറിൻ്റെ മെറ്റീരിയൽ നമ്മൾ സ്ട്രക്ചർ സ്റ്റീലായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ യങ്സ് മോഡുലസ് 200 GPa ആണ്. പോയിസൺസ് റേഷ്യോ 0.3 ആണ്. ഈ പ്രോബ്ലം എടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സംശയമാണ് ആൻസിസിൽ നിന്ന് കിട്ടുന്ന ഉത്തരം ശരിയാണോ അല്ലെന്ന്. നമുക്കതൊരു വാലിഡേഷൻ പ്രോബ്ലമായിട്ട് നമുക്കിപ്പം കൺസിഡർ ചെയ്യാം. വാലിഡേഷൻ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോബ്ലം അനലിറ്റിക്കലി നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ഉത്തരമാണ് കിട്ടുന്നത് നോക്കും അനലിറ്റിക്കലായിട്ട്. അതിനുശേഷം ആൻസിസിൽ നമ്മൾ ഇതേ പ്രോബ്ലം സിമുലേറ്റ് ചെയ്തതിന് ശേഷം ആൻസിസിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവുമായി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ ടൂളായ ആൻസിസ് വാലിഡേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പ്രോബ്ലം സെലക്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. കാരണം വലതുവശത്ത് 1000 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് എൻഡായ ഇടതുവശത്ത് 1000 ന്യൂട്ടൺ തന്നെയായിരിക്കും ഫോഴ്സ് ആയിട്ട് ലഭിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആയിട്ട് 1000 ന്യൂട്ടൺ ലഭിക്കും. മാക്സിമം വോൾട്ട് മീറ്റർ സ്ട്രെസ് 3.183 MPa ആയിരിക്കും. അതുപോലെ മാക്സിമം വോൾട്ട് മീറ്റർ സ്ട്രെയിൻ 1.5915 × 10⁻⁵ ആയിരിക്കും. അതുപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0.00159 mm ആണ്. അപ്പോൾ ഇതേ പ്രോബ്ലം ആൻസിസ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തതിനു ശേഷം നമ്മളുടെ ആൻസിസ് തരുന്ന ഉത്തരം അനലിറ്റിക്കൽ ചെയ്ത പ്രോബ്ലമായിട്ട് എന്തുമാത്രം യോജിപ്പുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രോബ്ലം സ്റ്റാറ്റിക് സ്ട്രക്ചറൽ മോഡൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡേറ്റയിൽ ഓൾറെഡി ഇവിടെ ഒരു ടിക്ക് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്ന സ്ഥലമാണ് എഞ്ചിനീയറിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ എഞ്ചിനീയറിംഗ് ഡേറ്റയിൽ നമ്മളിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ സ്റ്റാറ്റിക് സ്ട്രക്ചറൽ സ്റ്റീൽ സെലക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് സ്റ്റാറ്റിക് സ്ട്രക്ചർ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ എഞ്ചിനീയറിംഗ് ഡേറ്റ
സോഴ്സിൽ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഡിഫോൾട്ടായിട്ട് സ്റ്റാറ്റിക് സ്ട്രക്ചർ സ്റ്റീൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തായി നമുക്ക് ജോമെട്രി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജോമെട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോമെട്രിയിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജോമെട്രി വരയ്ക്കാൻ വേണ്ടിയിട്ട് ആൻസിസിൻ്റെ രണ്ട് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസൈൻ മോഡൽ സോഫ്റ്റ്വെയറും ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ് ക്ലെയിം ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് നമ്മുടെ മോഡൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡിസൈൻ മോഡലാണ്. ഡിസൈൻ മോഡൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസൈൻ മോഡലിലേക്ക് വിൻഡോയിലേക്ക് പോകും. ഇടത് സൈഡിൽ താഴെയായിട്ട് സ്റ്റാർട്ടിംഗ് ഡിസൈൻ മോഡൽ എഴുതി കാണിക്കും. അതിനുശേഷം ഡിസൈൻ മോഡലുള്ള വിൻഡോയിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ടാസ്ക് ബാറിൽ യൂണിറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ യൂണിറ്റ് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലേക്ക് മാറ്റേണ്ടതാണ്. ഞാനിവിടെ എടുക്കുന്നത് മില്ലിമീറ്ററാണ്. അതിനുശേഷം സ്റ്റാറ്റിക് സ്ട്രക്ചറൽ വിൻഡോയിൽ നിങ്ങൾക്ക് എക്സ് വൈ പ്ലെയിൻ, എക്സ് പ്ലെയിൻ, വൈ ഇസഡ് പ്ലെയിൻ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഏത് പ്ലെയിനിലാണോ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ എക്സ് വൈ പ്ലെയിനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എക്സ് വൈ പ്ലെയിൻ സെലക്ട് ചെയ്തും കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ലുക്ക് അറ്റ് ഫേസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ നമുക്ക് സ്ക്രീനിന് പാരലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിൻഡോയാണ് ഗ്രാഫിക്സ് വിൻഡോ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിക്സ് വിൻഡോയിലാണ് നമ്മൾ വരയ്ക്കുന്ന ഇമേജ് ജോമെട്രി നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജോമെട്രി നമ്മൾ ഗ്രാഫിക്സ് വിൻഡോയിലാണ് വരയ്ക്കുന്നത്. ഇവിടെ ഗ്രാഫിക്സ് വിൻഡോയുടെ ഇടത് സൈഡിൽ ട്രീ ഔട്ട്ലൈനിൽ എക്സ് വൈ പ്ലെയിൻ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്കെച്ചിങ് എന്നും മോഡലിംഗ് എന്നും രണ്ട് വിൻഡോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് സ്കെച്ചിങ്ങിൽ നിങ്ങൾക്ക് ബേസിക് ജോമെട്രീസ് വരയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് സർക്കിളാണ്, കാരണം നമ്മളുടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കിളാണ്. സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ചാണ് സർക്കിൾ സെലക്ട് ചെയ്യേണ്ടത്. സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രാഫിക്സ് വിൻഡോയിൽ നമ്മൾ ഒറിജിനൽ കേഴ്സൺ വയ്ക്കുമ്പോഴത്തേക്ക് പി എന്ന് പറയുന്ന ഒരു സിമ്പിൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പോയിന്റ് സെലക്ട് ചെയ്തതാണ് അർത്ഥം. അവിടെ മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. നമുക്ക് സർക്കിൾ ഡെവലപ്പ് ചെയ്ത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ സ്കെച്ചിങ് ടൂൾ ബോക്സ് നിങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ താഴെയായിട്ട് ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ഒരു വിൻഡോ ഉണ്ട്. ആ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡയമെൻഷൻ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ജനറൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച കർവിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡയമീറ്റർ D1 എന്ന് ഗ്രാഫിക്സ് വിൻഡോയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഡയമീറ്റർ 20 mm ആണ്. ഇതിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ വന്നിരിക്കുന്നത് 28.14 mm എന്നാണ്. അത് നിങ്ങൾ നമ്മളുടെ സ്കെച്ചിങ് ടൂൾ ബോക്സിന് താഴെയായിട്ട് ഡീറ്റെയിൽസ് വ്യൂ തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വ്യൂവിനകത്ത് നമ്മളിപ്പോൾ വരച്ച സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 28.14 mm ആണ്. ഇത് മാറ്റി നമുക്ക് ആവശ്യമുള്ള 20 mm ആക്കുക. അതിനുശേഷം ലെഫ്റ്റ് മൗസ് ബട്ടൺ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച സർക്കിളിൻ്റെ ഡയമീറ്റർ 20 mm എന്ന് വന്നിട്ടുണ്ട്. ഇടത് സൈഡിൽ സ്ക്രീനിൻ്റെ ഇടത് സൈഡിൽ മുകളിലായിട്ട് ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഈ ഡ്രോയിങ് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ മോഡലിംഗ് സെലക്ട് ചെയ്യുക. മോഡലിങ്ങിൽ ട്രീ ഔട്ട്ലൈൻ വിൻഡോയിൽ എക്സ് വൈ പ്ലെയിനിൽ ഒരു പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ വരച്ച സ്കെച്ച് ഇവിടെ വന്നിട്ടുണ്ടായെന്ന് കാണാം. ആ സ്കെച്ചിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്കെച്ച് ഗ്രാഫിക്സ് വിൻഡോയിൽ സെലക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണപ്പെടാൻ കഴിയും. അതിനുശേഷം നമുക്ക് ലെങ്ത് ആണ് കൊടുക്കേണ്ടുള്ളത്. ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സ്ക്രീനിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ എക്സ്ട്രൂഡ് ഇപ്പം ഈ ടോപ്പ് ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ വിൻഡോയിൽ വന്നിരിക്കുന്നത്.
ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ഡ്രാഗ് ചെയ്ത് മാറ്റി വയ്ക്കാൻ സാധിക്കും. തൽക്കാലം ഞാനിത് ഡ്രാഗ് ചെയ്ത് മാറ്റുന്നില്ല. എൻ്റെ സൗകര്യത്തിന് ഞാനിത് ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് ഇതിൽ ഏത് ഐക്കൺ ഏത് സ്ക്രീനിൻ്റെ ഏത് വശത്തേക്ക് മാറ്റാവുന്നതാണ്. എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞാൽ ട്രീ ഔട്ട്ലൈന് താഴെയായിട്ട് കാണുന്ന ചെറിയ വിൻഡോ ആണ് ഡീറ്റെയിൽസ് വ്യൂ. ആ ഡീറ്റെയിൽസ് വ്യൂവിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ജോമെട്രി സെലക്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിക്കും. ആ ജോമെട്രി അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെച്ച് 1 സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് എത്രയാണ് ഡെപ്ത് വേണ്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഡെപ്ത് വേണ്ട 100 mm ആണ്. ആ 30 mm ആണ് ഡിഫോൾട്ടായിട്ട് അവിടെ കിടക്കുന്നത്. ആ ഡിഫോൾട്ടായ 30 mm ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമായ 100 mm കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് മൗസ് ബട്ടൺ സ്ക്രീനിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 100 mm സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഗ്രാഫിക്സ് വിൻഡോയിൽ ഈ 100 mm നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് ജനറേറ്റ് എന്ന് പറയുന്ന ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൻ്റെ സെൻറ്ററിൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 mm നിങ്ങളുടെ ജോമെട്രിയിൽ ഇപ്പോൾ വന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പം നമ്മുടെ ജോമെട്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിനുശേഷം നിങ്ങളിത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ജോമെട്രി ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ജോമെട്രിയിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വരച്ച ജോമെട്രി മെഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മോഡലിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. മോഡൽ എന്ന് പറയുന്ന വിൻഡോയിലേക്ക് നമ്മൾ എത്തപ്പെടും. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സ്റ്റാർട്ടിങ് മെക്കാനിക്കൽ എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ചുമന്ന സിമ്പൽ മാറുന്നത് വരെയും നമ്മൾ ഒരിക്കലും എവിടെയും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. സ്ക്രീൻ ആൻസിസ് ലോഡാകുന്ന സമയത്താണ് നമുക്ക് ആ ചുമന്ന സിമ്പൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളുടെ മോഡലിംഗ് വിൻഡോയിൽ നമ്മൾ നേരത്തെ വരച്ച ജോമെട്രി ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് മോഡൽ ട്രീയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോമെട്രി സോളിഡായിട്ട് വന്ന് കാണാൻ കഴിയും. ആ മോഡലിൻ്റെ അല്ലെങ്കിൽ ആ സോളിഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ചെറിയ വിൻഡോയിൽ കാണാം. അവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ സ്ട്രക്ചർ സ്റ്റീൽ തന്നെയാണ്. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും കൊടുക്കാം. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ മെഷ് നമുക്ക് തൊട്ട് പ്രോജക്ടറിൽ താഴെയായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ അടുത്തായിട്ട് നമുക്ക് മെഷിംഗ് ആണ് ചെയ്യാനുള്ളത്. നമുക്ക് മാനുവലായിട്ട് മെഷിംഗ് ചെയ്യാം. തൽക്കാലം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോമാറ്റിക് മെഷിംഗ് ആണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് മെഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ട് മെഷിംഗ് ആണ്. നമ്മളുടെ ആൻസിസ് അത് തനിയെ മെഷ് ചെയ്തോളും. അതിന് വേണ്ടിയിട്ട് മെഷിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നോ ജനറേറ്റ് എന്നോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ജനറേറ്റ് മെഷാണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെഷ് ജനറേറ്റ് ചെയ്ത് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് അറിയാം നമ്മളുടെ പ്രോബ്ലത്തിനകത്ത് ലെഫ്റ്റ് എൻഡ് ഫിക്സ്ഡ് ആണ്. റൈറ്റ് എൻഡിലേക്ക് 1000 Newton നമ്മൾ കംപ്രസീവ് ലോഡായിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ട്രീയിലെ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൻ്റെ ടോപ്പിൽ ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് കുറച്ച് ക്യൂബ്സ് കാണാൻ പറ്റും. ഈ ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ വരച്ച ജോമെട്രിയുടെ എന്താണ് സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ക്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ബോഡി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ളായിട്ട് സെലക്ട് ചെയ്യും. നമ്മൾ സർഫസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സർഫസ് മാത്രം സെലക്ട് ചെയ്യും. എഡ്ജാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ എഡ്ജ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തൽക്കാലം നമ്മൾ സർഫസ് ആണ് സെലക്ട് ചെയ്തത്, കാരണം ഇടത് സർഫസ് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യൂബിൻ്റെ ഫേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫേസ് എന്ന് പറയുന്ന ക്യൂബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതായത് ഫേസ് ഐക്കൺ ക്യൂബിൻ്റെ ഫേസ് ഐക്കൺ ഉള്ള ക്യൂബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജോമെട്രിയുടെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് ഇൻസേർട്ട് ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം ഈ എൻഡ് നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം റൈറ്റ് എൻഡ് നമ്മൾ എടുക്കുന്നു. റൈറ്റ് എൻഡിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ
ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നീട് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എടുക്കുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഫോഴ്സ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ ജോമെട്രി അലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇസഡ് ആക്സിസിലാണ് നമ്മളുടെ ജോമെട്രി അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫോഴ്സ് കൊടുക്കേണ്ടത് കംപ്രസീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ -1000 N എന്നാണ് കൊടുക്കേണ്ടത്. കാരണം 1000 N കൊടുത്തു കഴിഞ്ഞാൽ ടെൻസൈലാണ് കിട്ടും. അതുകൊണ്ട് -1000 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഓഫ് ഫോഴ്സ് ലെഫ്റ്റ് വിൻഡോയിൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ 0 N എന്നതിന് പകരം -1000 എന്ന് കൊടുക്കുക. -1000 കൊടുക്കും, കാരണം നമ്മൾ കംപ്രസീവ് ലോഡായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1000 കംപ്രസീവ് ലോഡായിട്ട് വരുന്നത് ഇപ്പോൾ കാണാൻ പറ്റും. അതിനുശേഷം ലെഫ്റ്റ് പ്രോജക്റ്റ് ട്രീയിൽ നിങ്ങൾ സൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ സൊല്യൂഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ സൊല്യൂഷനിൽ മൗസിൻ്റെ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട്, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മാക്സിമം വോൺ മൈനസ് സ്ട്രെസ് ആണ്. അപ്പോൾ സ്ട്രെസ്സിൽ ഇക്വലൻറ്റ് വോൺ മൈനസ് സ്ട്രെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൊല്യൂഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് അടുത്ത് കണ്ടുപിടിക്കുന്നത് നമുക്ക് സ്ട്രെയിൻ ആണ്. ഇക്വലൻറ്റ് വോൺ മൈനസ് സ്ട്രെയിൻ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇൻസേർട്ട്, ഡിഫോർമേഷൻ, ടോട്ടൽ ഡിഫോർമേഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ഫോഴ്സ് ആണ് വേണ്ടത്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷനിൽ ഇൻസേർട്ടിൽ വന്നതിന് ശേഷം തൊട്ട് ഏറ്റവും താഴെയായിട്ട് പ്രോബ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. പ്രോബിൽ നിങ്ങൾ വീണ്ടും നോക്കുകയാണെങ്കിൽ പ്രോബിൽ നിങ്ങൾക്ക് ഏറ്റവും നടുക്കായിട്ട് ഫോഴ്സ് റിയാക്ഷൻ എന്ന് കാണാം. ഈ ഫോഴ്സ് റിയാക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഫോഴ്സ് റിയാക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഓഫ് ഫോഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചെറിയൊരു വിൻഡോ പ്രോജക്റ്റിയുടെ താഴെ ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാം. ഇവിടെ നമുക്ക് ജോമെട്രിയുടെ ഏത് സ്ഥലത്ത് ഫോഴ്സ് റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫിക്സഡ് എൻഡിൻ്റെയാണ്. അപ്പോൾ അവിടെ ബൗണ്ടറി കണ്ടീഷൻ ഫിക്സഡ് സപ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സോൾവ്, ഇപ്പോൾ നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്തത് നമുക്ക് റിസൾട്ട് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സോൾവ് എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ലീനിയർ അസംഷനിലാണ്. യഥാർത്ഥത്തിൽ റിയൽ വേൾഡിൽ നോൺ ലീനിയർ ആയിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ ഏറ്റവും സിമ്പിളായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സോൾവ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് ലീനിയർ അസംഷൻ ആയതുകൊണ്ടാണ് പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ആയി കഴിഞ്ഞത്. നമുക്ക് അടുത്തതായിട്ട് ഇക്വലൻറ്റ് സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇക്വലൻറ്റ് സ്ട്രെസ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ജോമെട്രി ഗ്രാഫിക്സ് വിൻഡോയിൽ നമുക്ക് മാക്സിമം വോൺ മൈനസ് സ്ട്രെസ് 3.9187 MPa എന്ന് കാണാൻ പറ്റും. നമുക്ക് നേരത്തെ അനലിറ്റിക്കലായിട്ട് നമ്മൾ ചെയ്തപ്പോൾ എത്ര വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയിരിക്കുന്നത് മാക്സിമം വോൺ മൈനസ് സ്ട്രെസ് 3.183 MPa ആണ്. നമ്മൾക്ക് ഉത്തരം കിട്ടിയതിൻ്റെ 3.183 ആണ് അനലിറ്റിക്കലായിട്ട് കിട്ടിയത്. പക്ഷേ നമുക്ക് 3.9187 ആണ് നമുക്ക് ആൻസേഴ്സിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ എറർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എറർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എക്സലിൽ നമുക്ക് അനലിറ്റിക്കൽ വാല്യൂ ആൻസിസ് സിമുലേറ്റഡ് വാല്യൂ രണ്ടും ലഭിക്കാം. ആൻസിസ് സിമുലേറ്റഡ് വാല്യൂ ആദ്യം ഇക്വലന്റ് വോൺ മൈനസ് സ്ട്രെസ്
അനലിറ്റിക്കലായിട്ട് നമുക്ക് ലഭിച്ചത് 3.183 മെഗാ പാസ്കൽ ആണ്. 3.183 മെഗാ പാസ്കൽ. ആൻസിസ് സിമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച വാല്യൂ 3.9187 ആണ്. നമുക്ക് എറർ എത്രയാണെന്ന് നോക്കാം. എറർ നമുക്ക് പെർസെൻറ്റേജിൽ കണ്ടുപിടിച്ച് നോക്കാം. എറർ ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എററിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എറർ ഈസ് ഈക്വൽ ടു ആൻസിസ് സിമുലേറ്റഡ് വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ divided by actual value into 100. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ആക്ച്വൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അനലിറ്റിക്കൽ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ is equal to simulated value 3.9187 minus actual value 3.183 divided by actual value into 100. നോക്കുമ്പോൾ നമുക്ക് എറർ എത്രയാണെന്ന് മനസ്സിലാവും. ഏകദേശം 23% എറർ നമുക്ക് യഥാർത്ഥ വാല്യൂവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾ ഇത്ര എറർ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എറർ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇക്വലന്റ് വോൺ മൈസസ് സ്ട്രെസ്സാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതേപോലെ നിങ്ങൾക്ക് ഇക്വലന്റ് ഇലാസ്റ്റിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ഇക്വലന്റ് ഇലാസ്റ്റിക് സ്ട്രെയിൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1.9596 × 10⁻⁵ ആണ്. ഈ വാല്യൂ ഇക്വലന്റ് ഇലാസ്റ്റിക് സ്ട്രെയിൻ നിങ്ങൾ താഴെ ഡീറ്റെയിൽസ് ഓഫ് ഇക്വലൻസ് ഇലാസ്റ്റിക് സ്ട്രെയിൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ആവറേജ് വാല്യൂ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടുള്ളത് മാക്സിമം വാല്യൂ ആണ്. കാരണം നമ്മൾ മാക്സിമം വോൺ മൈസസ് സ്ട്രെയിനാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്നും അത് നമുക്ക് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൻസി സിമുലേറ്റഡ് വാല്യൂ നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് അനലിറ്റിക്കലായിട്ട് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത്, അനലിറ്റിക്കലായിട്ട് ലഭിച്ച വാല്യൂ മാക്സിമം വോൺ മൈസസ് സ്ട്രെയിൻ 1.5915 × 10⁻⁵ ആണ്. 1.5915 × 10⁻⁵ ആണ് നമുക്ക് യഥാർത്ഥത്തെ സ്ട്രെയിൻ വാല്യൂ ലഭിക്കേണ്ടത്. മാക്സിമം വോൺ മൈസസ് സ്ട്രെയിൻ വാല്യൂ ലഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എറർ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ എറർ വാല്യൂ ഏകദേശം 23.12% എറർ വാല്യൂ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഡിഫ്ലക്ഷൻ 0.00159 mm ആണ്. നമുക്ക് ഡിഫ്ലക്ഷൻ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് നമുക്ക് 0.00159 ആണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വാല്യൂ. നമുക്ക് ആൻസിസിൽ നിന്ന് ലഭിച്ച വാല്യൂ ടോട്ടൽ ഡിഫോർമേഷൻ 0.001537 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് ഡിഫോർമേഷനിൽ ഏറ്റവും താഴെയായിട്ട് റിസൾട്ടിൽ മാക്സിമം ഡിഫോർമേഷൻ നമുക്ക് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിവിടെ ഞാൻ ആൻസർ സിമുലേറ്റഡ് വാല്യൂ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെയും എറർ കണ്ടുപിടിക്കുന്നു. ഏകദേശം എറർ നമുക്ക് 0.39% എറർ മാത്രമാണ് ഇവിടെ നമുക്ക് ഉള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫോഴ്സ് റിയാക്ഷൻ നോക്കണം. ഫോഴ്സ് റിയാക്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫോഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റിയാക്ഷൻ ഫോഴ്സ് ഗ്രാഫിക്സ് വിൻഡോയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് എക്സ് ആക്സിൽ റിയാക്ഷൻ, വൈ ആക്സിൽ റിയാക്ഷൻ, ഇസഡ് ആക്സിൽ റിയാക്ഷൻ കാണാം. ഇവിടെ നമുക്കറിയാം നമുക്ക് വേണ്ടത് ഇസഡ് ആക്സിൽ റിയാക്ഷൻ ആണ്. എക്സ് ആക്സിൽ റിയാക്ഷൻ നമുക്കിവിടെ 1000 N ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എറർ എന്ന് പറയുന്നത് 0% ആണ്. ഇത്രയുമാണ് നമുക്ക് ആൻസിസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം, സ്റ്റാറ്റിക് സ്ട്രക്ചർ പ്രോബ്ലം നമ്മൾ ആൻസിസിൽ സോൾവ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ ഇതിനകത്ത് എറർ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാൻ പറ്റും. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും.